ഭഗവത്ഗീതയുടെ ആ ശ്ലോകങ്ങൾക്കുപരിയായി അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കി വെക്കുന്നത് ഗീത പഠിക്കുന്നതിന് കുറെ കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകം: ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത അഥ പ്രഥമോധ്യായഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ. മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ. മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ഗീത ആരംഭിക്കുന്നത്. ധൃതരാഷ്ട്രർ ഇവിടെ ആദ്യവും അവസാനവുമായിട്ട് ഈ ഗീതയിൽ ഈ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഇപ്പം ചോദിക്കുന്നത് ഇതാണ്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് സഞ്ജയനോട് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം, ധൃതരാഷ്ട്രക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് കൊട്ടാരത്തിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ മഹാഭാരത രചയിതാവായ വ്യാസൻ ഏൽപ്പിച്ചിരിക്കുന്നത് ധൃതരാഷ്ട്രരുടെ മന്ത്രി ആയ സഞ്ജയനെയാണ്. സഞ്ജയൻ യുദ്ധഭൂമിയിൽ കാണുന്ന കാഴ്ചകൾ കാണാനായിട്ട് അദ്ദേഹത്തിന് ഒരു വിഷൻ ഓഫ് പവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എവിടെ ഇരുന്നാലും ആ യുദ്ധഭൂമി മുഴുവനും കാണാൻ പറ്റും. അതാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു പവർ. ഇന്നത്തെ പോലെ തന്നെ ഒരു ക്യാമറ എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ ഈ വിവരങ്ങൾ മുഴുവൻ ധൃതരാഷ്ട്രരോട് വന്ന് പറയുക എന്നുള്ളതാണ് സഞ്ജയൻ്റെ ജോലി. 10 ദിവസം കഴിഞ്ഞാണ് സഞ്ജയൻ വരുന്നത്. കുരുക്ഷേത്രത്തിലെ കാര്യങ്ങൾ പറയാനായിട്ട് യുദ്ധം തുടങ്ങി 10 ദിവസം കഴിയുമ്പോഴാണ് സഞ്ജയൻ വരുന്നത്. ഈ 10 ദിവസത്തിന് മുൻപ് വരെ നടന്ന 10 ദിവസമായി നടന്ന കാര്യങ്ങളെയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിച്ചത്, അവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും തമ്മിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. ഇവിടെ ഈ ശ്ലോകം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ധൃതരാഷ്ട്രർ വളരെ സ്വാർത്ഥനാണ്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും. സത്യത്തിൽ പാണ്ഡവരും കൗരവരും ഉൾപ്പെടെയുള്ളവരെല്ലാം ഒരേ കുടുംബത്തിലുള്ളവരാണ്. ധൃതരാഷ്ട്രരുടെ അനുജനാണ് പാണ്ഡു മരിച്ചുപോയി. ആ സ്ഥിതിക്ക് ആ മക്കളും തൻ്റെ മക്കളാണെന്ന് കരുതേണ്ടതാണ് ഈ ധൃതരാഷ്ട്രർ. പക്ഷേ ഇയാളുടെ സ്വാർത്ഥത കാരണം ഇയാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇയാൾ പാണ്ഡുവിൻ്റെ മക്കളെന്ന് പറഞ്ഞത്. ഏതോ അന്യരുടെ മക്കളെ പോലെയാണ് ഇയാൾ അത് പറയുന്നത്. അതാണ് ഈ ധൃതരാഷ്ട്രർ എന്ന പിതാവിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അയാൾ ചോദിച്ചത് എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. ഭഗവത്ഗീതയുടെ ആ മുഴുവൻ 700 ശ്ലോകത്തിൽ വെച്ച് ഇത് മാത്രമാണ്, ഈ ആദ്യ ശ്ലോകം മാത്രമാണ് നെഗറ്റീവ് ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു ശ്ലോകം ഇത് മാത്രമാണ്. ആ നെഗറ്റീവായിട്ടുള്ള ശ്ലോകം പ്രകടിപ്പിക്കുന്നത് ധൃതരാഷ്ട്രറുമാണ്. അടുത്ത ശ്ലോകം ഇനി അടുത്ത ഇതിൽ കേൾക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള എല്ലാ ശ്ലോകങ്ങളുടെയും ഭാഗം കേൾക്കാൻ കഴിയും. മാത്രമല്ല ആധ്യാത്മികമായ ഒരുപാട് വിഷയങ്ങൾ ഇതിനു മുൻപും ഈ ചാനലിൽ
ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരെ സംബന്ധിക്കുന്നതും ഭഗവാൻ സത്യസായി ബാബയെ സംബന്ധിക്കുന്നതും ശ്രുതി ബാബയെ സംബന്ധിക്കുന്നതുമായ അങ്ങനെ തുടങ്ങിയ ഒട്ടനേകം ആധ്യാത്മിക വിഷയങ്ങൾ കഥകളായിട്ട്, പൂർണ്ണമായും കഥകളായിട്ടാണ് നമ്മളിതിൽ അവതരിപ്പിക്കുന്നത്. തികച്ചും ഇതിൻ്റെ പാണ്ഡിത്യപരമായ അല്ലെങ്കിൽ അഗാധമായ അർത്ഥതലങ്ങളിലേക്ക് അല്ല ഇപ്പോൾ പോകുന്നത്. വളരെ ലളിതമായി ആ കഥാ സന്ദർഭങ്ങളും ആ ഭാഗങ്ങളും മനസ്സിലാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. തുടർന്ന് നിങ്ങൾക്കിതിൽ കൂടുതൽ താല്പര്യം വരുമ്പോൾ അതിൻ്റെ പഠനങ്ങൾ കൂടുതൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഇത് സഹായിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓം ഗുരുഭ്യോ നമഃ.